പരിശുദ്ധ അപ്പോസ്തലന്മാരുടെ നോമ്പിലൂടെ കടന്നു വന്ന ഇന്ന് ജൂൺ മാസം 29-ാം തീയതി ശ്ലീഹ നോമ്പ് വിടുകയും പത്രോസ് പൗലോസ് അപ്പോസ്തലന്മാരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മ നമ്മൾ നിർവഹിക്കുകയും ചെയ്യുകയാണ്. ജൂൺ 29 പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മ ദിവസമാണ്. അതോടനുബന്ധിച്ചാണ് ഈ 13 ദിവസത്തെ 12 അപ്പോസ്തലന്മാരെയും പൗലോസ് അപ്പോസ്തലനെയും ചേർത്ത് 13 ദിവസം നോമ്പനുഷ്ഠിക്കാൻ തക്കവണ്ണം ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ശ്ലീഹ നോമ്പ് സഭയുടെ അടിസ്ഥാന നോമ്പുകളിൽ ഒന്നായ ശ്ലീഹ നോമ്പിൻ്റെ പൂർത്തീകരണമാണ് ഇന്ന് നടക്കുന്നത്. കർത്താവിൻ്റെ അപ്പോസ്തോലത്വം സ്വീകരിച്ച് റോമാ സാമ്രാജ്യത്തിലുടനീളം സുവിശേഷ പ്രചരണം നടത്തി രക്തസാക്ഷിയായി മാറിയ 2 പിതാക്കന്മാർ, വിജാതീയരുടെയും യഹൂദന്മാരുടെയും മായിട്ടുള്ള ശുശ്രൂഷകൾ നടത്തിയ ഇതിൻ്റെ ഓർമ്മ കൂടിയാണിത്. പൗലോസ് അപ്പോസ്തലനെ വിജാതീയരുടെ അപ്പോസ്തലൻ എന്നാണല്ലോ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സുദീർഘമായ യാത്രകളും സുവിശേഷ പ്രചരണങ്ങളും അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങളും, അതോടൊപ്പം തന്നെ പത്രോസ് അപ്പോസ്തലനും അദ്ദേഹം യെരുശലേമിലും അന്ത്യോക്യയിലും റോമയിലുമൊക്കെ തൻ്റെ സുവിശേഷ പ്രചരണവും നീറോയുടെ കാലഘട്ടത്തിലെ റോമാ സാമ്രാജ്യത്തിലെ പീഡനയും ഒക്കെ സഹിച്ച് രക്തസാക്ഷി മരണം പ്രാപിച്ചയാളാണ് പത്രോസ് അപ്പോസ്തലൻ. ഇന്ന് ഈ കാതലിക് എപ്പിസോഡിലൂടെ വായിച്ചപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് 2-ാം അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലന്റെ നേതൃത്വം ഗുണം പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്ന ഭാഗമാണ്. 12 അപ്പോസ്തലന്മാരിൽ തിരഞ്ഞെടുക്കപ്പെട്ട യൂദ അപ്പോസ്തല നൽവരം ശൂന്യമാക്കി കളഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക് മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ആ നേതൃത്വം ഏറ്റെടുത്ത് അത് പൂർണ്ണമാക്കിയ സംഗതി പറയുന്നുണ്ട്. അത്ര താല്പര്യത്തോടെ നേതൃനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ ലോക ചരിത്രത്തിലെ ആദ്യത്തെ ക്രൈസ്തവ സുന്നോദോസിനെ പറ്റി പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തന്റെ ശുശ്രൂഷ തുടങ്ങി 14 ആണ്ട് കഴിഞ്ഞതിന് ശേഷം ക്രിസ്തീയ സഭയിൽ അന്നത്തെ നേതാക്കന്മാരുടെ ഇടയിലുള്ള തർക്കം പരിഹരിക്കാൻ തക്കവണ്ണം വിജാതീയരെ മാമോദീസ മുക്കുന്ന തർക്കം ഉണ്ടായി. വിജാതീയരെ മാമോദീസ മുക്കുന്നതിൻ്റെ പ്രശ്നം ന്യായപ്രമാണം അംഗീകരിക്കാത്ത അല്ലെങ്കിൽ പരിച്ഛേദനയേൽക്കാത്ത സാധാരണ യവനന്മാരെ മാമോദീസയിൽ നൽകുന്നതിൻ്റെ തർക്കമുണ്ടായപ്പോൾ അത് പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷ തുടങ്ങി 14 വർഷം കഴിഞ്ഞാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ടല്ലോ. ആ തർക്കം വന്നപ്പോൾ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് അപ്പോസ്തല പ്രവൃത്തികൾ 15-ൽ പറഞ്ഞിരിക്കുന്ന സുന്നോദോസ് നടക്കുന്നത്. അതിന്റെ നേതൃനിരയിൽ നിന്നുകൊണ്ട് ആ സുന്നോദോസിന് നേതൃത്വം കൊടുത്തതും പത്രോസ് അപ്പോസ്തലനാണ്. എന്നാൽ തർക്കം മൂർച്ഛിച്ചപ്പോൾ, ഒരു ധാരണ എത്താതെ വന്നപ്പോൾ പത്രോസ് തന്റെ അധ്യക്ഷസ്ഥാനം യാക്കോബിനെ ഏൽപ്പിച്ച്, യെരുശലേമിലെ 1-ാമത്തെ എപ്പിസ്കോപ്പയും വിശുദ്ധ കുർബാന ആദ്യം അനുഷ്ഠിച്ച യാക്കോബിനെ ഏൽപ്പിച്ച്, അങ്ങനെ യാക്കോബ് ശ്ലീഹയുടെ നേതൃത്വത്തിലാണ് അതിനൊരു തീരുമാനമുണ്ടായത്. എന്തു തന്നെയാണെങ്കിലും അപ്പോസ്തോലിക സഭയിൽ നേതൃനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് പത്രോസ് അപ്പോസ്തലൻ. അദ്ദേഹത്തെ പറ്റി ഇന്ന് ഇവിടെ സുവിശേഷ ഭാഗത്ത് മത്തായി ശ്ലീഹയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാരുമായി
കൈസരിയ ഫിലിപ്പിയയിലിരിക്കുമ്പോൾ ക്രിസ്തു ചോദിക്കുന്നു, ഇവരൊക്കെ ഈ ജനം എന്നെ ആരെന്ന് പറയുന്നു എന്നുള്ളത്. പ്രവാചകന്മാരും ഏലിയായും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ക്രിസ്തു ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പത്രോസ് അപ്പോസ്തലൻ നടത്തുന്ന ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. യു ആർ ദ മെസ്സായ, ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശീഹ ആകുന്നു എന്നുള്ള വലിയ വിശ്വാസ പ്രഖ്യാപനം. അതാണ് പത്രോസ് അപ്പോസ്തലനെ ഏറ്റവും പ്രശസ്തമാക്കി തീർത്ത ഒരു വാക്യം എന്ന് പറയുന്നത്. അന്ത്യോക്യൻ സുറിയാനി സഭ, പത്രോസിലാണ് സഭ സ്ഥാപിക്കപ്പെട്ടതിന് അടിസ്ഥാനമായി പറയുന്ന ഭാഗം അതാണ്. ഈ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ്. അതിന് കർത്താവ് പറയുന്ന മറുപടി, പത്രോസെ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നുള്ളത്. പക്ഷെ ആദിമസഭ ആ വിശ്വാസ പ്രഖ്യാപനത്തെ പറ്റി പറയുന്നത് യാക്കോബിന്റെ തക്സയിൽ വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്, വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതമായതും. ഈ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പത്രോസ് ഏറ്റു പറഞ്ഞ വിശ്വാസത്തെ യാക്കോബിന്റെ തക്സയിൽ ആദിമസഭയുടെ അല്ലെങ്കിൽ അപ്പോസ്തോലിക സഭ, പത്രോസ് അപ്പോസ്തലൻ ഉൾപ്പെടെയുള്ളവർ അതിനെ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്നുള്ളത് യാക്കോബ് ശ്ലീഹ എഴുതിയ തക്സയിൽ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്നതാണ്. വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതമായിരിക്കുന്നതും പാതാള ഗോപുരങ്ങൾക്ക് തകർക്കുവാൻ സാധ്യമല്ലാത്തതുമായ സഭയുടെ അടിസ്ഥാനത്തെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് ആദിമസഭയിൽ തന്നെ അതിന് വ്യാഖ്യാനമുണ്ടായി. പത്രോസ് ശ്ലീഹന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ പത്രോസ് അപ്പോസ്തലന്റെ കാലഘട്ടത്തിൽ തന്നെ അതിന് വ്യാഖ്യാനമുണ്ടായി. അത് വിശ്വാസമാകുന്ന പാറമേൽ ആണ് എന്നുള്ളത് ആദിമസഭയിൽ തന്നെ ഉണ്ടായ വ്യാഖ്യാനമാണ്. അതാണ് അന്ത്യോക്യൻ സഭ പത്രോസ് അപ്പോസ്തലന്റെ മേൽ, പത്രോസ് അപ്പോസ്തലനാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നതിന്റെ അടിസ്ഥാന വാക്യമാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ. കത്തോലിക്ക സഭയും അതേ ചിന്തയിലാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. പക്ഷേ കത്തോലിക്ക സഭ അടിസ്ഥാനമായി എടുത്തിരിക്കുന്നത് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായമല്ല, മറിച്ച് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം അവസാന അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു ഗലീല കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ പത്രോസിനോട് പറയുന്നുണ്ട്, എൻ്റെ ആടുകളെ മേയ്ക്ക. പത്രോസേ, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നീ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നീ എൻ്റെ ആടുകളെ മേയ്ക്ക, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക, നീ എൻ്റെ പെണ്ണാടുകളെ മേയ്ക്ക. അങ്ങനെ ആടുകളെ മേയ്ക്കുവാനുള്ള ഉത്തരവാദിത്വം, ചുമതല പത്രോസിനാണ് നൽകിയിരിക്കുന്നതെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കത്തോലിക്ക സഭ പത്രോസിന്റെ ശ്ലൈഹിക പാരമ്പര്യത്തെ അടിസ്ഥാനമിട്ടുകൊണ്ട് പത്രോസിലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്, അതാണ് ആ ചുമതല അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നുള്ള ചിന്തയിൽ പഠിപ്പിക്കുന്നത്. എന്നാൽ ആദിമസഭയിൽ ആ ഒരു തർക്കമില്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. പത്രോസിന് പോലും അങ്ങനെ ഒരു തർക്കമില്ലായിരുന്നു. കർത്താവിന് വേണ്ടി ഈ പീഡയെല്ലാം സഹിച്ച റോമിൽ ക്രിസ്തു വർഷം 64 നീറോയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം രക്തസാക്ഷി മരണം പ്രാപിച്ചു. നീറോയുടെ കാലഘട്ടത്തിൽ ക്രൈസ്തവ പീഡനം നടക്കുന്ന സന്ദർഭത്തിൽ റോമ പട്ടണത്തിലുണ്ടായ വലിയൊരു തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ക്രിസ്ത്യാനികളെയും പത്രോസിനെയും മേൽ ചാർത്തി. അങ്ങനെ പത്രോസിനെ പിടിച്ച് കൊല്ലും എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ പത്രോസ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി എന്നാണ് പറയുന്നത്. യെരുശലേമിലേക്ക് റോമിൽ നിന്ന് തിരിഞ്ഞുപോയി. പോകുന്ന വഴിയിൽ ക്രിസ്തു എതിരെ വരുന്നത് പത്രോസ് കണ്ടു. പത്രോസിനോട് ക്രിസ്തു ചോദിച്ചു, ഖോവാഡീസ്, വേർ ആർ യു ഗോയിങ്? ഖോവാഡീസ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഖോവാഡീസ്, വേർ ആർ യു ഗോയിങ് എന്നാണ്. പത്രോസ് ക്രിസ്തുവിനോട് ചോദിച്ചു, ക്രിസ്തു പത്രോസിനോട് ചോദിച്ചു, ഖോവാഡീസ്,
അപ്പൊ പത്രോസ് പറഞ്ഞു, ഞാൻ ഇങ്ങനെ രക്ഷപ്പെട്ടു പോവുകയാണെന്ന് പറഞ്ഞു. എന്നെ പിടിച്ചു കൊല്ലാൻ പോവുകയാണ്, നീറോ എന്നെ പിടിച്ചു കൊല്ലാൻ പോവുകയാണ്, അവിടെ തീപിടുത്തം ഉണ്ടായി, അതിന്റെ കുറ്റം മുഴുവൻ ഞങ്ങളെ ക്രിസ്ത്യാനികളിൽ ചാർത്തിയിരിക്കുകയാണ്, അതുകൊണ്ട് എന്നെ ഞാൻ രക്ഷപ്പെട്ടു പോവുകയാണെന്ന് ചോദിച്ചു. അപ്പൊ പത്രോസ് തിരിച്ച് ക്രിസ്തുവിനോട് ചോദിച്ചു, ഖോവാഡീസ്, നീ എവിടെ പോവുകയാണെന്ന് ചോദിച്ചു. അപ്പൊ ക്രിസ്തു പറഞ്ഞു, ഞാൻ ഒരിക്കൽ കൂടി ക്രൂശിക്കപ്പെടാൻ റോമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കൽ കൂടി ക്രൂശിക്കപ്പെടാൻ റോമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. പത്രോസിന് കാര്യം മനസ്സിലായി. ക്രിസ്തുവിന്റെ അപ്രത്യക്ഷപ്പെടലിന്റെ കാര്യം പത്രോസിന് മനസ്സിലായി. പത്രോസ് തിരികെ പോയി റോമിലെത്തി. നീറോ അദ്ദേഹത്തെ പിടിച്ച് ക്രൂശിക്കാൻ കൽപ്പിച്ചു. അങ്ങനെ തലകീഴായി ക്രൂശിക്കപ്പെടണമെന്നുള്ള തന്റെ ആഗ്രഹം പത്രോസ് കാണിച്ചപ്പോൾ അങ്ങനെ തലകീഴായി അവിടെ ക്രൂശിക്കപ്പെട്ടു എന്നാണ് പാരമ്പര്യം പറയുന്നത്. അങ്ങനെ പത്രോസ് റോമയിൽ കബറടങ്ങി. പൗലോസ് അപ്പോസ്തലനും എത്ര മിഷണറി ജേർണികളാണ്, എത്ര ലേഖനങ്ങളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. മഹാപണ്ഡിതനായ മനുഷ്യൻ, റോമാ സാമ്രാജ്യത്തിലുടനീളം പ്രസംഗിച്ച് ഭയങ്കരമായ പീഡനങ്ങൾ സഹിച്ച്, നിങ്ങൾക്കറിയാമോ, ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിക്കാൻ സൗകര്യം കിട്ടിയ ആളാണ്. പൗലോസ്ലീഹായെ പറ്റി പറയുന്നത് അദ്ദേഹം ഹെറോദിന്റെ, റോമ ഗവർണറായിരുന്ന ഹെറോദിന്റെ ബന്ധുവാണെന്നാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ടർക്കിയിൽ ടർസൂസുകാരനായിരുന്ന പൗലോസ് യെരുശലേമിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ ഗമാലിയേലിന്റെ അടുക്കൽ പോയി പഠിക്കാൻ ഹെറോദാണ് അതിന് സൗകര്യം ചെയ്തു കൊടുത്തതെന്നാണ്. അത്രയും വലിയ മനുഷ്യനായിരുന്നു. റോമാ ഗവർണറായിരുന്ന ഹെറോദിന്റെ ബന്ധു, ഇത്രയും വലിയ പാണ്ഡിത്യമുള്ള മനുഷ്യൻ ക്രിസ്തുവിന്റെ വിളി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ഈ പാണ്ഡിത്യവും തൻ്റെ ഈ സ്വാധീനവും തൻ്റെ കഴിവും തൻ്റെ പ്രൊഫഷനും ഒക്കെ ഉപേക്ഷിച്ച് ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കുന്നത് അഭിമാനത്തോടെ കണ്ട്, ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കുന്നത് അഭിമാനത്തോടെ കണ്ട് പട്ടിണി കിടന്ന്, എത്ര ത്യാഗപൂർണമായ ഒരു ജീവിതമായിരുന്നു പൗലോസ് അപ്പോസ്തലന്റേത്. അത് അപ്പോസ്തല പ്രവൃത്തികൾ മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തെ പറ്റിയും ത്യാഗത്തെ പറ്റിയും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളുടെ മൂല്യങ്ങൾ ഞാനിങ്ങനെ വേദപുസ്തകത്തിൽ കൊരിന്ത്യർ ലേഖനം 13 അധ്യായത്തിൽ എടുത്തു വെച്ചിരിക്കുക. 1 കൊരിന്ത്യർ ലേഖനം 13 അധ്യായം ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. സ്നേഹത്തെ പറ്റിയുള്ള പൗലോസ് അപ്പോസ്തലന്റെ തീസിസ് ആണല്ലോ അത്. സ്നേഹത്തെപ്പറ്റി അദ്ദേഹം പറയുന്നത് ഇന്നിവിടെ വായിച്ചതാണ്. സ്നേഹത്തെപ്പറ്റി പഠിപ്പിക്കുകയാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. നമ്മൾ സ്നേഹം എന്ന് പറയുന്നതിനപ്പുറമായിട്ടുള്ള ഒരു സ്നേഹത്തെ പറ്റിയായി പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. അങ്ങനെ സ്നേഹത്തെപ്പറ്റി ലോക ചരിത്രത്തിൽ ഒരു ഗവേഷകനും പഠനം നടത്തിയിട്ടില്ലാത്ത വിധം ക്രിസ്തുവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ സ്നേഹത്തെ പറ്റിയുള്ള തന്റെ തീസിസ് 1 കൊരിന്ത്യർ ലേഖനം 13 അധ്യായത്തിൽ വിവരിക്കുന്നത് ഓരോ ക്രിസ്ത്യാനിയും തന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണമായി കാണേണ്ടതാണ്. പത്രോസ് അപ്പോസ്തലന്റെയും പൗലോസ് അപ്പോസ്തലന്റെയും ഈ പെരുന്നാളിൽ നാം സംബന്ധിക്കുമ്പോൾ അവർ നൽകിയ ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിന് ദർശനം നൽകുവാൻ തക്കവണ്ണം രൂപപ്പെടുമ്പോഴാണല്ലോ ഈ മധ്യസ്ഥതയ്ക്ക് പ്രസക്തി ഉണ്ടാകുന്നത്. പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ച ആ സ്നേഹത്തെ പറ്റിയുള്ള ജീവിത ദർശനം അത് വീട്ടിൽ പോയി എടുത്തൊന്ന് വായിച്ചു നോക്കണം. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 13 അധ്യായം സ്നേഹത്തെ പറ്റിയുള്ള പൗലോസ് അപ്പോസ്തലന്റെ തീസിസ്.
പൗലോസ് അപ്പോസ്തലൻ അവസാനമായി എഴുതിയ ലേഖനം അതേതാണ്? അദ്ദേഹത്തിന്റെ അവസാനത്തെ റൈറ്റിംഗ് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനമാണ് അവസാനമായിട്ട് അദ്ദേഹം എഴുതിയത്. അദ്ദേഹത്തിന്റെ ഈ വളരെ വിശാലമായ റൈറ്റിംഗിൽ അദ്ദേഹം അതിനകത്ത് അദ്ദേഹത്തെ പറ്റി തന്നെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമ്മളൊക്കെ വളരെ പ്രസിദ്ധമായി നമ്മുടെയൊക്കെ മനസ്സിലിരിക്കുന്ന അദ്ദേഹത്തെ പറ്റി തന്നെ അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യത്തിൽ ഈ ലേഖനം എഴുതിക്കൊണ്ട്, തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യത്തിൽ എഴുതിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ഓരോ ക്രിസ്ത്യാനിയും അവന്റെ ജീവിതാന്ത്യത്തിൽ അഭിമാനത്തോടെ ജീവിതത്തെപ്പറ്റി വീക്ഷിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. എത്ര അഭിമാനത്തോടാണ് തന്റെ ക്രിസ്തീയ ജീവിതം അദ്ദേഹം പൂർത്തീകരിക്കുന്നതെന്ന് നോക്കിയേ. എന്ത് അഭിമാനത്തോടെയാണ് പൗലോസ് അപ്പോസ്തലൻ തന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർത്തീകരണം നടത്തുന്നത്. അവസാനമായിട്ട് എഴുതുന്ന ലേഖനമാണ്, തന്റെ അവസാന കൽപ്പന, അന്ത്യകൽപ്പന എന്ന് പറയത്തില്ല. തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനമാണ് പൗലോസ് അപ്പോസ്തലന്റെ അന്ത്യകൽപ്പന എന്ന് പറയുന്നത്. ആ അന്ത്യകൽപ്പനയുടെ അവസാനം അദ്ദേഹം തന്റെ ജീവിതത്തെ പറ്റി അഭിമാനത്തോടെ പറയുന്ന സംഗതിയാണ്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഈ 2 അപ്പോസ്തലന്മാരുടെ ഓർമ്മ നാം കൊണ്ടാടുമ്പോൾ അവർ ലോകത്തിന് നൽകിയ, ക്രിസ്തീയ ജീവിതത്തിന് നൽകിയ മാതൃക, പാഠങ്ങൾ, ചിന്തകൾ, നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ട ചിന്തകൾ, അത് നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.